ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, ഡിന്നറിനും കഴിക്കാം. ഒരു അടിപൊളിയായിട്ടുള്ള ബേസൻ ഷെയ്ല എന്ന് അറിയപ്പെടുന്ന കടലമാവ് കൊണ്ടുള്ള ഒരു ദോശയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള കടലമാവാണ്. എപ്പോഴും ബേസൻ ഷീല ഡ്രൈ ആവാറാണ് പതിവ്. പക്ഷേ ഡ്രൈ ആവാതിരിക്കാൻ ഇതിലേക്ക് 2 സ്പൂണോളം ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോയ്സാണ്. എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ വളരെ മിനിമം ആയിട്ടുള്ള രീതിയിലാണ് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ് ഇടുന്നത്. അര ഓളമുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സ് വെജിറ്റബിൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ദോശക്കല്ലിൽ സാധാരണ രീതിയിൽ ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ മാവ്. എന്നിട്ട് ദോശക്കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ തിന്നായിട്ടുള്ള രീതിയിൽ പരത്താനൊന്നും കിട്ടില്ല. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ തടയും. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ആയിട്ടുള്ള രീതിയിലൊന്ന് അതിനെ പരത്തുക. അത് പരത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ്. മുകളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. പുതിന ഇല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും മല്ലിയില മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. ഓക്കെ, ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചുറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇതും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഒന്ന് ആയി കഴിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി മണമാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. എപ്പോഴും തന്നെ ബേസൻ ഷീല ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ആവാറാണ് പതിവ്. ഇത് ഡ്രൈ ആവില്ല. അപ്പോൾ ഇനി അപ്പുറവും ഇപ്പുറവും വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ചീസ് ഫില്ല് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ചീസ് ഫില്ല് ചെയ്യാം, അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് നോർമലായിട്ടുള്ള രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ എല്ലാവർക്കും ചീസ് ഫില്ല് ചെയ്തിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചീസ് ഫില്ല് ചെയ്തിട്ടുള്ള ബേസൻ ഷീലയാണ് ഉണ്ടാക്കുന്നത്. ചീസ് നടുവിൽ വെച്ചിട്ടുണ്ട്, മൊസറല്ല ചീസാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് അമർത്തുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ടാവും. ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് ഏത് മിക്സഡ് ചീസ് വേണമെങ്കിലും വെക്കാം. അല്ല ഇനി ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ബേസൻ ഷീല റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് പ്ലേറ്റിംഗ് തുടങ്ങാം. പ്ലേറ്റിങ്ങിന് ഞാൻ കെച്ചപ്പാണ് എടുക്കുന്നത്. കെച്ചപ്പും മിൻറ്റ് ചട്നിയുമാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. ഇതിൻ്റെ കൂടെ വേറെ എന്ത് കൂട്ടിയെ കഴിച്ചാലും നന്നായിരിക്കില്ല, ഇത് രണ്ടും മാത്രമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സോസിനെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഉള്ളിൽ ചീസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉള്ളിൽ വെച്ചിരിക്കുന്ന ചീസ്. നന്നായിട്ട് ഇങ്ങനെ നല്ല മെൽട്ടായിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ശരിക്കും കുട്ടികൾക്ക് നല്ല സൂപ്പർ ഫില്ലിംഗ് ആയിരിക്കും. ഇതാ ഞാൻ ബേസൻ ഷീല പ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലേവറോട് കൂടി ബേസൻ ചീസ് ഫിൽഡ് ആയിട്ടുള്ള ചീല റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുകളിൽ കുറച്ച് ചീസും അതേമാതിരി തന്നെ മല്ലിയിലയും കൂടി ഗാർണിഷ് ചെയ്തിട്ടാണ് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ ഫില്ലിംഗ് ആണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോളൂ.